സ്മോൾ ലൈറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻക്യുബേറ്ററിൻ്റെ വീഡിയോ ആണ്. ഓക്കെ, ഇത് ഇൻക്യുബേറ്റർ ഇരിപ്പിച്ച കോഴിക്കുഞ്ഞാണ്. ഇവിടെ പേര് അക്കുമോളെന്നാണ്. ഇപ്പോൾ വിരിഞ്ഞിട്ട് 2 months ആവാറായി. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നത് നോക്കാം. അത് വളരെ സിമ്പിൾ മെറ്റീരിയൽസ് ഒക്കെ വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻക്യുബേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ടതെന്ന് പറയുമ്പോൾ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ്. ഏതെങ്കിലും വലുപ്പത്തിലുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സ്. പിന്നെ വേണ്ടതെന്ന് പറയുമ്പോൾ 4 തെർമോക്കോളാണ്. പിന്നെ ഇത് കടയിൽ ചെന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന തെർമോക്കോളാണ്. ഇത് 4 നമ്മൾ പിന്നെ വേണ്ടതെന്ന് പറയുമ്പോൾ തെർമോസ്റ്റാറ്റാണ്. ഇപ്പം ഇതിൻ്റെ മോഡൽ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഇതതിൻ്റെ സെൻസറാണ്. ഇത് രണ്ടും കൂടെ ഉള്ള പ്രൈസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഇതാണ് വേണ്ടത്. പിന്നെ ഇതിന് കറണ്ട് കൊടുക്കാൻ വേണ്ടിയുള്ള 12 വാൾട്ട്സിൻ്റെ DC-യുടെ അഡാപ്റ്ററാണിത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫീമെയിൽ പോർട്ടാണ്. ഇതിൻ്റെ കൂടെ വരുന്നതാണ്, ഈ ചാർജറിൻ്റെ കൂടെ. പിന്നെ ഉള്ളത് ഒരു ഫിലമെന്റ് ബൾബും കൂടെ അതിൻ്റെ ഹോൾഡറും പ്ലഗുമാണ്. ഒരു ഫിലമെന്റ് ബൾബിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു 15 രൂപ വരത്തുള്ളൂ. അപ്പം ഇതെന്ന് പറയുമ്പോൾ കോഴിമണ്ടയ്ക്ക് ചൂട് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേണ്ടത് 2 വയറാണ്. ഇത്രയും മതി ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കാനുള്ളത്. ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബോക്സിനകത്ത് ഫുള്ള് തെർമോക്കോള് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് വെക്കുക. കാരണം ഇതിൻ്റെ ടെമ്പറേച്ചർ വെള്ളോട്ട് പോയിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് തെർമോക്കോള് വെച്ച് കൊടുക്കാം. അപ്പം നമ്മളിതിൽ ഫുള്ള് തെർമോക്കോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് ഫിക്സ് ചെയ്യേണ്ടത് ഫിലമെന്റ് ബൾബാണ്. അപ്പം നമുക്ക് ഫിലമെന്റ് ബൾബ് ഫിക്സ് ചെയ്യാം. ഫിലമെന്റ് ബൾബിനകത്ത് വെക്കാൻ ഒരു ഹോൾ ഉണ്ടാക്കണം. അപ്പം ഞാനിത് തെർമോക്കോൾ വെച്ച് അല്ലെങ്കിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ തന്നെ ഒരു ഹോൾ ഇട്ടിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഇനി ഹോൾ ഇട്ടിട്ട് കാണാം. ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ കൂടെ ഈ പ്ലഗ് എടുക്കുക, ഇങ്ങനെ വെക്കുക. ഇതിൽ അല്ലെങ്കിൽ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ച് ഒട്ടിക്കാം, MCയിലോ അങ്ങനെ എന്തെങ്കിലും വെച്ച്. ഇപ്പോൾ ഞാൻ ഗ്ലൂഗം വെച്ച് ഇതിന് സീൽ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സീൽ ചെയ്തതിന് ശേഷം കാണാം. ഇതാണ് നമ്മുടെ തെർമോസ്റ്റാറ്റ്. അപ്പോൾ ഞാനത് സെൻസറാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഈ തെർമോസ്റ്റാറ്റ് നമ്മളെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ GND + 12 വാൾട്ട്സ് K1 K0. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് GNDയും 12 വാൾട്ട്സിൻ്റെയാണ്. നമുക്ക് ആദ്യം GNDയുടെ സ്ക്രൂ ലൂസാക്കുക. അപ്പോൾ ഞാൻ സ്ക്രൂ ലൂസാക്കുകയാണ്. എന്നിട്ട് ഒരു വെള്ള വയർ എടുക്കുക. അപ്പം വെള്ള വയർ എടുക്കണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു വയർ എടുക്കുക. അത് ഇതിൻ്റെ തറയിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ആ സ്ക്രൂ ലൂസ് ആവുന്ന സ്ഥലത്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ വയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് റെഡ് വയറാണ്. അപ്പം അത് +12 വോൾട്ട്സിലോട്ട് കൊടുക്കുക. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈ +12 വാൾട്ട്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവും മറ്റേത് നെഗറ്റീവുമാണ്. കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഫീമെയിൽ പോർട്ട് എടുക്കുക. ഇതാണ് ഫീമെയിൽ പോർട്ട്. ഇതിലിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 12 വാൾട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ +12 വാൾട്ട്സ് എന്ന് എഴുതിയേക്കുന്ന ഈ റെഡ് വയർ, അപ്പം +12 വാൾട്ട്സ് എന്ന് എഴുതിയേക്കുന്ന ഇത് റെഡ് വയറാണ്. അത് പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇത് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര ടൈറ്റ് ചെയ്യുക. ഇനി ഈ വൈറ്റ് വയർ, ഇത് നമ്മൾ എന്ന് പറയുമ്പോൾ ഇത് എടുത്തിരിക്കുന്നത്
എടുത്തിരിക്കുന്നത് GNDയുടെ വയറാണ്. അപ്പോൾ നമ്മൾ അത് വെള്ള വയറാണ്, നമ്മൾ നെഗറ്റീവിലോട്ടാണ്, അത് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ 12 വാട്ട്സിൻ്റെ സപ്ലൈ കൊടുക്കണം. അപ്പോൾ ഇത് 12 വാട്ട്സിൻ്റെ DC-യുടെ അഡാപ്റ്ററാണ് ഇത്. അപ്പം നമ്മൾ ഇതിൻ്റെ എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് കുത്തി കൊടുക്കുക. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇനി തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യണം. പിന്നെ ഇത് സെറ്റ് പ്ലസ് മൈനസ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സെറ്റിൽ നിന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ ഇതിനകത്ത് 36 ആണ് എടുക്കണം. ഇനി 37.7 ആക്കണം. 37.7 ആക്കുക. എന്നിട്ട് ഒന്ന് സെറ്റ് അമർത്തുക. P0 എന്ന് വരും. അപ്പോൾ P0 സെറ്റ് കൊടുക്കുക. അപ്പോൾ അത് HC വരും. നമുക്ക് H ആണ് വേണ്ടത്. പിന്നെ P1 കൊടുക്കുക. സെറ്റ് 0.5 തന്നെയാണ്. പിന്നെ P2 ആണ്, അത് 41 ആണ് ഞാൻ തിരക്കുന്നത്. 41 തന്നെ ഇട്ടാൽ മതി. ഇതിലേക്ക് 39 വരുവാണെങ്കിൽ 39 ഇടുക. പിന്നെ P3 34 ആണ്. 34 P4 0 P5 0 മതി. പിന്നെ P6 അതിനകത്ത് ഓണും കാണും ഓഫും കാണും, നമുക്ക് ഓഫ് മതി. അപ്പോൾ ഇതാണ് തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിംഗ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് പറയുമ്പോൾ 37.7 എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ആകുമ്പോൾ ഇതിൽ ഹീറ്റ് കട്ടാവും. അതിനുവേണ്ടി ഇനി നമുക്ക് 2 വയറോട് കണക്ട് ചെയ്യാനുണ്ട്. അത് നമുക്ക് ബൾബിൻ്റെ വയറിന് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ബൾബിൻ്റെ വയറിന് ഇനി കണക്ട് ചെയ്യാം. നമുക്ക് തെർമോസ്റ്റാറ്റ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇത് നമ്മൾ നല്ല ഇതൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഇതാണ് ഇതിൻ്റെ ഫീമെയിൽ പോർട്ട്. ഇത് നമ്മൾ ഇവിടെ ആയിട്ട് മെയിൽ പോർട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഫീമെയിൽ പോർട്ട് അവിടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻസറാണ്. ഇത് സെൻസർ എന്ന് പറഞ്ഞാൽ ഈ ബൾബ് ഇവിടെയാണ് ഇരിക്കുന്നത്, കണ്ടല്ലോ. ബൾബിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റായിട്ട് വേണം ഇവിടെ വെക്കാൻ. കാരണം ഇല്ലെങ്കിൽ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുമ്പോൾ വേരിയേഷൻ വരും. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ഹോൾ ഇടണം. നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ സെൻസർ നമ്മൾ ഇപ്പോഴത്തെ വന്നിട്ടുണ്ടല്ലോ. പരമാവധി ഇറക്കാൻ പറ്റുന്നത്രയും നമ്മളൊന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ബൾബും ഇതിൻ്റെയും വയറായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. തെർമോസ്റ്റാറ്റിന് 2 എണ്ണമുണ്ട്. K1 K0 എന്ന് പറഞ്ഞ പാർട്ട്. അവിടുത്തെ സ്ക്രൂ നിങ്ങൾ ലൂസാക്കുക. അതിന് മുമ്പേ ബൾബിൻ്റെ പ്ലഗ് ആകുമ്പോൾ 2 വയറുണ്ടല്ലോ, 2 വയർ. അതിൽ ഒരു വയർ കട്ട് ചെയ്യുക. എന്നിട്ട് ആ വയറിൻ്റെ വയർ 2 പീസ് കട്ട് ചെയ്യുമ്പോൾ 2 പീസ് കാണുമല്ലോ. ആ 2 വയറും ഈ K1 K0 എവിടെയെങ്കിലും നിങ്ങൾ വെച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. ഈ 2 വയറും നിങ്ങൾ ഈ K1 K0 എവിടെയെങ്കിലും വെച്ചാൽ മതി. മനസ്സിലാത്തവർക്ക് ഒന്നുകൂടെ പറയുകയാണ്, ആ ബൾബിൻ്റെ 2 വയർ ആ K1 K0 ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ സ്ക്രൂ ചെയ്യുക. അത് ഏത് വയറായാലും കുഴപ്പമില്ല. ഇൻക്യുബേറ്ററിൻ്റെ പണിയായിട്ട് ഫുള്ള് തീർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തൊരു ട്രാൻസ്പെറൻറ്റ് ബോക്സോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യാം, അതിൽ വെക്കാം. കാര്യം പിള്ളേരുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൺട്രോൾ ബോർഡ് തൊട്ടാൽ ചിലപ്പോൾ ഷോക്ക് അടിക്കും. അതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇപ്പം ഞാൻ തൽക്കാലത്തേക്കൊന്നും വെക്കുന്നില്ല. ഇതാണ് ഇതിൽ 2 എന്ന് പറയുമ്പോൾ ഒന്ന് ബൾബിൻ്റെതും ഒന്ന് നമ്മുടെ
ഈ തെർമോസ്റ്റാറ്റ് വറക്കാവുന്നതിൻ്റെയും പ്ലഗാണ് ഇത് രണ്ടും. അപ്പോൾ നമുക്കിതെങ്ങനെ വർക്ക് ചെയ്യുന്നതിനെ കൂടെ ഒന്ന് കാണിക്കാം. അപ്പം നമുക്ക് ഇത് ഞാൻ കുത്തിയേക്കാണ്. ഇനി നമുക്ക് ഈ ബൾബിൻ്റെയും കൂടെ ഇതേപോലെ രണ്ടും കുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും ഓണാക്കിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇപ്പം ഫിലമെൻ്റ് ബൾബ് അവിടെ ഓണായിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകംവശം കാണിക്കാം. ഇതാണ് ഇതിൻ്റെ അകംവശം. ഇത് നമുക്ക് മുട്ടയൊക്കെ വെക്കാം, കോഴിമുട്ട വെക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ സെൻസർ. ഇതിപ്പം ഓഫ് ആവുന്നത് ഇപ്പം ഞാൻ കാണിക്കാം. ഇപ്പം 37.2 ആയിട്ടുണ്ട്. ഇപ്പം ടെമ്പറേച്ചർ 37.7 ആകുമ്പം ഇത് ഓട്ടോമാറ്റിക്കലി കുറയും കാണിക്കാം. കൂടാതെ നമ്മൾ തെർമോസ്റ്റാറ്റ് മേടിക്കുമ്പം 12 വാട്ട്സിൻ്റെ ചാർജർ തന്നെ മേടിക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പം 12 വാട്ട്സിൻ്റെ ചാർജർ മേടിക്കാൻ നേരിട്ട് കുത്തി കത്തിപ്പോയി. കൂടാതെ തെർമോസ്റ്റാറ്റ് എന്തെങ്കിലും മേടിക്കണം. ഫിലമെൻ്റ് ബൾബ് മാത്രം വെച്ച് ഇൻക്യുബേറ്റർ വെക്കാൻ നോക്കിയാൽ ഇൻക്യുബേറ്ററിനകത്ത് ടെമ്പറേച്ചർ കൂടി മുട്ട വെന്ത് പോകുന്ന ടെമ്പറേച്ചറാവും. അതായത് ഫിലമെൻ്റ് ബൾബ് ടെമ്പറേച്ചർ കൂടുമ്പം അപ്പോൾ ഇപ്പോൾ ഇത് നിൽക്കും 37.37 ആകുമ്പോൾ. കണ്ട, ഇതാണ് 37.7 ടെമ്പറേച്ചർ ആകുമ്പോൾ ഇത് നിൽക്കും. അപ്പം അതിനകത്ത് കണ്ടായിരുന്നു ലൈറ്റ് ഇല്ല, കണ്ട, നമ്മളൊന്നും ഓഫ് ചെയ്തിട്ടില്ല, തന്നെ ഓഫ് ആവുന്നതാണ്. ഇത് എപ്പോഴാണോ ഓൺ ആവുന്നതെന്ന് കാണിക്കാം. ഒക്കെ ആവും അടുത്ത ടെമ്പറേച്ചർ ആകുമ്പോഴാണ്. കണ്ട 37.2 ആകുമ്പം ഇത് ഓണാവും. ഇതാണ് ഇൻക്യുബേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സിമ്പിളാണ്. കൂടാതെ ഇതിൻ്റെ എല്ലാം കൂടെ എത്ര പ്രൈസായി അതൊക്കെ ഉള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കയറി വാച്ച് ചെയ്യുക. അപ്പോൾ ഇനി ഇതിനൊട്ടും എഗ്ഗൊക്കെ വെക്കുന്ന വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. ഇതേപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി ഇതിനകത്ത് മുട്ട വെക്കുന്നതും അതേപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും.